ആചാര്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേമാണ്. അതിനു മുമ്പായി എന്താണ് ഒരു പാർട്ണർഷിപ്പ് ഫേം? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ച് പാർട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ who have agreed to share the profit of a business carried on by all or any of them acting for all. രണ്ടോ അതിലധികമോ അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണ് പാർട്ണർഷിപ്പ് ഫേം. ഈ പാർട്ണർഷിപ്പ് ഫേം അവസാനിപ്പിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഡിസൊല്യൂഷൻ. ദാറ്റ് മീൻസ് ദ ഫേം കം ടു ആൻ എൻഡ്, ക്ലോഷർ ഓഫ് എ ബിസിനസ് അണ്ടർടേക്കിംഗ്. അത് ഒരുപക്ഷെ കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ എഗ്രിമെന്റ് പ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് ആകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രമാണ്. ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പേ വളരെ ഇന്നോവേറ്റീവായി അക്കൗണ്ടൻസിയുടെ ഷോർട്ട് കട്ടുകളും ടിപ്സുകളുമായി എത്തിയിരിക്കുന്ന കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഇനിയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ 3 തരം അക്കൗണ്ടുകളാണ് സാധാരണ നമ്മൾ ഈ ഡിസൊല്യൂഷന് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. മൂന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. ഏറ്റവും ആദ്യം എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട്? റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് prepared to close the accounts of assets and liabilities. It is a nominal account. Therefore, see once again, realization account is a nominal account prepared to close the assets and liabilities of a partnership firm. ബിസിനസ് എല്ലാം അവസാനിപ്പിക്കുക, പാർട്ണർഷിപ്പ് ഫേം പിരിച്ചുവിടുകയാണ്. അപ്പോൾ എല്ലാ അസറ്റും വിറ്റ് പണമാക്കണം, എല്ലാ ലൈബിലിറ്റിയും കൊടുത്ത് തീർക്കണം. അതിനുവേണ്ടി ഏറ്റവും ആദ്യം നോമിനൽ അക്കൗണ്ട് നേച്ചറിലുള്ള ആദ്യ അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി ഞാൻ ഇതിൻ്റെ ഷോർട്ട് കട്ടുകൾ പറഞ്ഞു തരാം. വളരെ കനഗംഭീരങ്ങളായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, വളരെ സിമ്പിളാണ്. സിമ്പിളാക്കി തന്നെ നമുക്ക് കാണാം. നോമിനൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ഒരു നോമിനൽ അക്കൗണ്ടായ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ഓൾ അസറ്റ്സ് ഇസ് ബുക്ക് വാല്യൂ എക്സെപ്റ്റ് ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എല്ലാ അസറ്റ്സും ബുക്ക് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യണം, എക്സെപ്റ്റ് ഒഴികെ. ഏതൊക്കെയാണ്? ക്യാഷ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അപ്പൊ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രിലിമിനറി എക്സ്പെൻസ്, അങ്ങനെ വല്ലതുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊഴികെയുള്ള എല്ലാ അസറ്റ്സും ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഏതൊക്കെ കൃത്യമായിട്ട് ഒഴിവാക്കണം? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഒഴികെയുള്ള എല്ലാ അസറ്റ്സും ബുക്ക് വാല്യൂവിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ എന്നുള്ള ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ ഗുഡ് വില്ലും സാധാരണ അസറ്റ് പോലെ ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി എളുപ്പത്തിന് വേണ്ടി ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്. ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓൾ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ്. ട്രാൻസ്ഫർ ഓൾ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ്.
എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ ലയബിലിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ബാക്കി ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന എല്ലാ തേർഡ് പാർട്ടി ലയബിലിറ്റീസും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഫോർ എക്സാമ്പിൾ സൺട്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടൈം ലോൺസ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഐറ്റംസ് എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. പാർട്ട്നേഴ്സിന്റെ വൈഫിന്റെ ലോൺ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അപ്പൊ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അതേസമയം പാർട്ട്ണറുടെ വൈഫിന്റെ ലോൺ ഉണ്ടെങ്കിൽ ഇവിടെ ലയബിലിറ്റിയോടൊപ്പം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി സിമ്പിൾ ആണ്. ഈ അസറ്റ് വിറ്റ് നമുക്ക് പണം കിട്ടണം. നേരെ ഡയഗണൽ ആയിട്ട് ഓർത്താൽ മതി. ആദ്യം നമ്മൾ അസറ്റ് എല്ലാം ഡെബിറ്റ് സൈഡ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. വിറ്റ് പണം കിട്ടുമ്പോൾ ബൈ ബാങ്ക്. എല്ലാ അസറ്റും വിറ്റ് പണം കിട്ടുന്നത് നമ്മൾ ബൈ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതും. അപ്പം ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന അസറ്റുകൾ വിറ്റ് പണം കിട്ടുമ്പോൾ ബൈ ബാങ്ക് എന്ന് നമ്മൾ എഴുതുന്നതാണ്. ചില അസറ്റുകളൊക്കെ പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. അവർക്ക് കൊടുക്കാനുള്ള പൈസയ്ക്ക് പകരമായിട്ട് അല്ലെ വിൽക്കാൻ നേരം ഏതെങ്കിലുമൊക്കെ അസറ്റ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്തേക്കാം. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. വിറ്റ് കിട്ടിയാൽ ബൈ ബാങ്ക്, പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം സിമ്പിൾ ആണ്. ട്രാൻസ്ഫർ ഓൾ അസറ്റ്സ് ഇസ് ബുക്ക് വാല്യൂ എക്സെപ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. ട്രാൻസ്ഫർ ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ക്രെഡിറ്റ് സൈഡ്. അസറ്റ് വിറ്റ് പണം കിട്ടുമ്പോൾ ബൈ ബാങ്ക്. അസറ്റ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഔട്ട്സൈഡ് ലയബിലിറ്റീസ് നമ്മൾ കൊടുത്തു വിട്ടുമ്പോൾ നേരെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡയഗണലാണ് ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പം ലയബിലിറ്റീസ് കൊടുത്തു നമ്മൾ തീർക്കുമ്പോൾ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക് എന്ന് നമ്മൾ എഴുതുന്നതായിരിക്കും. ഇനി അപ്പോൾ ഒന്നാമത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു. അസറ്റ് വിറ്റ് പണം കിട്ടി, അല്ല അസറ്റ് ഏതെങ്കിലും പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്തു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി. ലയബിലിറ്റി മുഴുവൻ നമ്മൾ പേ ഓഫ് ചെയ്തു, അല്ലെ എഗ്രീഡ് റേഷ്യോ ഏതാണോ ആ എഗ്രീഡ് അറേഞ്ച്മെന്റ്സിൽ നമ്മൾ പേ ഓഫ് ചെയ്തു. ചില സമയത്ത് പാർട്ട്നേഴ്സ് ഇത് ഈ ലയബിലിറ്റിയും അസറ്റ് ടേക്ക് ഓവർ ചെയ്തതുപോലെ ലയബിലിറ്റിയും ടേക്ക് ഓവർ ചെയ്തേക്കാം. അപ്പൊ അത് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതും. ഇനി ഇങ്ങനെ ലിക്വിഡേഷൻ നടത്തുമ്പോൾ അസറ്റ് വിറ്റ് പണമാക്കുമ്പോൾ ന്യായമായും റിയലൈസേഷൻ എക്സ്പെൻസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് അൺറെക്കോർഡഡ് അസറ്റ്സ്. എല്ലാം പാർട്ണർഷിപ്പും പിരിച്ചു വിടുമ്പോൾ എല്ലാം തപ്പിയെടുത്ത് വിറ്റഴിക്കുകയാണ്. അപ്പൊ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പെടാത്ത ഏതെങ്കിലും അസറ്റ്സ് ഒക്കെ വേണമെങ്കിൽ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ അൺറെക്കോർഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് വിറ്റ് പണം കിട്ടിയാൽ ബൈ ബാങ്ക്. എന്നാൽ അത് ഏതെങ്കിലും പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇതേപോലെ തന്നെ അവസാനം പാർട്ണർഷിപ്പ് ഫേം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചില ലയബിലിറ്റി ഒക്കെ കൊടുത്തു തീർക്കാനുള്ളത് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇല്ലാത്തതും എറൈസ് ചെയ്തേക്കാം. ഇതാണ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. ഈ അൺറെക്കോർഡഡ് ലയബിലിറ്റി നമുക്ക് കൊടുത്തു തീർക്കണം. അതുകൊണ്ട് ടു ക്യാഷ് എന്ന് നമ്മൾ എഴുതും, അല്ലെ ടു ബാങ്ക് എന്ന് നമ്മൾ എഴുതും. ഏതെങ്കിലും പാർട്ണേഴ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുകയും ചെയ്യും. അപ്പം അതിന്റെ സ്റ്റേജ് ഏകദേശം രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു. ആദ്യം എല്ലാ അസറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ബുക്ക് വാല്യൂവിൽ എക്സെപ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. ട്രാൻസ്ഫർ ഓൾ ലയബിലിറ്റീസ് ടു ക്രെഡിറ്റ് സൈഡ്. ഔട്ട്സൈഡ് ലയബിലിറ്റി മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അസറ്റ് എല്ലാം വിറ്റ് പണം കിട്ടുന്നു ബൈ ബാങ്ക് ഓർ ബൈ ക്യാഷ്. അസറ്റ് ആരെങ്കിലും പാർട്ണേഴ്സ് ടേക്ക് ഓവർ ചെയ്യുന്നു ബൈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾ ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നു ടു ബാങ്ക് ഓർ ടു ക്യാഷ്. ലയബിലിറ്റി ആണെങ്കിൽ പാർട്ണേഴ്സ് ടേക്ക് ഓവർ ചെയ്യുന്നു എങ്കിൽ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസ് ടു ക്യാഷ് അക്കൗണ്ട്. അൺറെക്കോർഡ് അസറ്റ് വിറ്റ് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബൈ ക്യാഷ്. അൺറെക്കോർഡ് ലയബിലിറ്റി പേയ്മെന്റ് ചെയ്തെങ്കിൽ ടു ബാങ്ക്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡിഫറൻസ് റിയലൈസേഷൻ പ്രോഫിറ്റോ ലോസോ ആയിരിക്കും. ഈ റിയലൈസേഷൻ പ്രോഫിറ്റോ ലോസോ നമ്മൾ എന്ത് ചെയ്യുന്നു? പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ എക്സെപ്ഷണൽ ആയിട്ട് 2-3 ഐറ്റംസ് കൂടെ നമ്മൾ ഓർമ്മ വെക്കണം.
പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡെർഫിഡ് ഡേയ്സ് ഉണ്ടെങ്കിൽ സാധാരണ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്തേക്കുക. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ടെങ്കിൽ അതും സാധാരണ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി വരാൻ സാധ്യതയുള്ള വേറെ വേണം വർക്ക്മെൻസ് കോമ്പൻസേഷൻ റിസർവ്, പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് സാധാരണ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ നമ്മൾ റിയലൈസിനെ കൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ട്രാൻസ്ഫർ ചെയ്യും. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലൈബിലിറ്റി പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താലും മതി. അതുമായിട്ട് ബന്ധപ്പെട്ട ലൈബിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈബിലിറ്റി വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് വിളിക്കുന്ന അസറ്റായിട്ടും അതിൻ്റെ ലൈബിലിറ്റി എക്സ്റ്റെൻഡ് ലൈബിലിറ്റി ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യണം. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിനേക്കാളും കൂടുതലാണ് ലൈബിലിറ്റി എങ്കിൽ അത് മുഴുവനായും റിയലൈസ്ഡ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അങ്ങനെ ടിപ്പിക്കൽ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഈ ടിപ്പിക്കൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ റിയലൈസ്ഡ് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്, അത് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാം. അതേസമയം ഡെബിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ റിയലൈസേഷൻ ലോസ് ആണ്, അതും ഓൾഡ് പാർട്ണേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് അക്കൗണ്ട് നമുക്ക് കഴിഞ്ഞു. ഈ ഒന്നാമത്തെ സെറ്റ് അക്കൗണ്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വെരി സിമ്പിൾ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് മറ്റൊന്നുമല്ല, ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇപ്പൊ നമ്മൾ ഈ എക്സാമ്പിളിൽ ഞാൻ രണ്ട് പാർട്ണർമാരെ കാണിച്ചിട്ടുള്ളൂ, എക്സും വൈയും. നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് കൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രോ ഡൗൺ ചെയ്യുന്നത് ബൈ ബാലൻസ് ബ്രോ ഡൗൺ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഇനി പ്രത്യേകം ഒരു കാര്യം ഓർമ്മ വയ്ക്കാനുള്ളത്, ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, റിസർവ് ഫണ്ട്, ജനറൽ റിസർവ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, അങ്ങനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റുകൾ പല പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇനി റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ആ റിയലൈസേഷൻ പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിനുമുണ്ട് ഒരു ഷോർട്ട് കട്ട്. ക്യാപിറ്റൽ ബാലൻസിനെ ഉയർത്തുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലേക്ക്, ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ ബാലൻസിനെ ഉയർത്തുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്യാപിറ്റൽ ബാലൻസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിക്കുന്നു. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് എഴുതുന്നു. റിയലൈസേഷൻ പ്രോഫിറ്റ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏതെങ്കിലും ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നു. ഇനി ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നത് എല്ലാ രീതിയിലും ക്യാപിറ്റൽ ബാലൻസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ആണ്. അപ്പം എന്തൊക്കെയാണ് കുറയ്ക്കുന്നത്? റിയലൈസേഷൻ ലോസ് വഴി ബാലൻസ് കുറയാം. പിന്നെ ഏതെങ്കിലും അസറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാർട്ണേഴ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കുറയാം. അപ്പൊ ടു റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ എഴുതും. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് വിളിക്കുന്നത് ബാങ്ക് വഴി അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് കൊടുത്ത് ക്ലോസ് ചെയ്ത് കളയും. അപ്പൊ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മള് റിയലൈസേഷൻ അക്കൗണ്ട് പഠിച്ച പോലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഓർമ്മയെ നമുക്ക് സൂക്ഷിക്കണം. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ ക്യാപിറ്റൽ ബാലൻസ് കൂടാം? ഒന്ന്, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ്, സംശയമില്ല. പിന്നീട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. ലയബിലിറ്റി ഏതെങ്കിലും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്, സംശയമൊന്നുമില്ല.
അപ്പം റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്, സംശയമൊന്നുമില്ല. എന്നാൽ ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ ബാലൻസിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ഒക്കെയാണ്. എങ്ങനെയൊക്കെയാണ് കുറയ്ക്കുന്നത്? ഒന്ന്, റിയലൈസേഷൻ ലോസ് ഉണ്ടെങ്കിൽ കുറയാം, അസറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയാം, ബാലൻസ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മ വെക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അടുത്ത അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന്റെ ഫൈനൽ ബാലൻസും ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനുള്ളതും ഒരേ തുകയായി വന്നില്ലെങ്കിൽ പ്രോബ്ലം തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് അല്ലെ ക്യാഷ് ബുക്ക് ബാലൻസ് നമ്മൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അതുകൊണ്ട് ടു ബാലൻസ് ബ്രോഡൗൺ. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നത് ടു ബാലൻസ് ബ്രോഡൗൺ. ഇനി രണ്ടാമത് ഇത് റെസീറ്റ് സൈഡ് ആണ്, ഇത് പേയ്മെന്റ് സൈഡ് ആണ്. അസറ്റ് വിറ്റ് കിട്ടിയ പണങ്ങളെല്ലാം നമ്മൾ റെസീറ്റ് സൈഡിൽ കാണിക്കും. ലയബിലിറ്റി പേ ഓഫ് ചെയ്തതെല്ലാം നമ്മൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കും. അപ്പൊ ഒന്നും ഓർക്കാനില്ല. ക്യാഷ് വന്നോ, ക്യാഷ് നമ്മുടെ ഫെയിമിൽ നിന്ന് പുറത്തേക്ക് പോയോ എന്ന് മാത്രം നോക്കുക. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫെയിമിൽ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെസീറ്റ് സൈഡ്, ഫെയിമിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പേയ്മെന്റ് സൈഡ്. ബാലൻസ് ക്യാഷ് ബുക്ക് അക്കൗണ്ട്, ക്യാഷ് ബുക്കിന്റെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് വിളിക്കുന്നത് എത്രയാണോ തുക, ആ തുകയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുത്തു തീർക്കുന്ന തുകയും ഒരേ തുകയായിരിക്കണം. അതാണ് ഷോർട്ട് കട്ട്. ഇപ്പൊ പ്രോബ്ലം ശരിയായി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാം. ഒന്നുകൂടെ നമുക്കൊന്ന് തിരിച്ചു റീകോൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. മൂന്നാമത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. റിയലൈസേഷൻ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് ആണ്. ട്രാൻസ്ഫർ ഓൾ അസറ്റ്സ് ഇസ് ബുക്ക് വാല്യൂ എക്സെപ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഒരു കാരണവശാലും മറന്നുപോകാൻ പറ്റാത്ത ഷോർട്ട് കട്ടാണ്. ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ഇനി ഡയഗണലാണ്. അസറ്റ് വിറ്റ് കിട്ടുന്ന പണമെല്ലാം ബൈ ബാങ്ക്, അസറ്റ് പാർട്ണർ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നു ടു ബാങ്ക്, ലയബിലിറ്റി അല്ലെങ്കിൽ പാർട്ണേഴ്സ് ടേക്ക് ഓവർ ചെയ്തെങ്കിൽ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അൺറിക്കോർഡ് അസറ്റ്സ് വിറ്റ് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബൈ ബാങ്ക്, അൺറിക്കോർഡ് ലയബിലിറ്റി കൊടുത്തു തീർക്കുന്നുണ്ടെങ്കിൽ ടു ക്യാഷ്. ബാലൻസ് എന്ന് വിളിക്കുന്നത് ഓൾഡ് പാർട്ണേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് റേഷ്യോ ട്രാൻസ്ഫർ ചെയ്യണം. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. ഡെബിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നെങ്കിൽ റിയലൈസേഷൻ ലോസ് ആണ് എന്ന കാര്യം ഓർക്കണം. രണ്ടാമത്തെ അക്കൗണ്ട് നോ ഡൗട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബൈ ബാലൻസ് ബ്രോഡൗൺ. എക്സസ് സ്ട്രോയൊക്കെ പാർട്ണേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അത് ക്രെഡിറ്റ് സൈഡിൽ വരത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വെക്കണം. ക്യാപിറ്റൽ ബാലൻസിനെ ഉയർത്തുന്ന ഐറ്റംസ് ആണ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. റിയലൈസേഷൻ പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അസറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ടു ക്യാഷ് ടു ബാങ്ക് എന്ന് എഴുതി ക്ലോസ് ചെയ്യുക. ഇവിടെ എഴുതുന്ന ഈ ബാലൻസ് തുകയും ക്യാഷ് ബുക്ക് ബാലൻസ് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെ ക്യാഷ് അക്കൗണ്ടോ ബാങ്ക് അക്കൗണ്ടോ ക്ലോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയും ഒന്നായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ പ്രോബ്ലം ശരിയാവുകയും ചെയ്യും. അപ്പൊ മൂന്നാമത്തെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് ഇത് റെസീറ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ്, വരവിന്റെ സൈഡ്. ഇത് പേയ്മെന്റ് സൈഡ്. അസറ്റ് വിറ്റ് പണം കിട്ടിയതെല്ലാം നമ്മൾ റെസീറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. പേയ്മെന്റ് ലയബിലിറ്റി കൊടുത്തു കിട്ടിയതെല്ലാം, റിയലൈസ് എക്സ്പെൻസ് കൊടുത്തു തീർത്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പേയ്മെന്റ് സൈഡ് എഴുതും. ബാലൻസ് എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസും ഈ ബാലൻസും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ആയി. ഇനിയും അടുത്ത സ്റ്റേജ് ആണ് പറയാൻ പോകുന്നത്. ഈ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസോൾവൻസി ഉണ്ടാവാം. ഏതെങ്കിലും പാർട്ണർ ഇൻസോൾവെന്റ് ആകാം. What do you mean by insolvent? When a person's assets are not equal to pay off his liabilities completely, that person is said to be an insolvent. മലയാളത്തിൽ പാപ്പരാകുക. അതായത്
അയാളുടെ സ്വത്തുക്കൾ വിറ്റാൽ അയാളുടെ ലൈബിലിറ്റി കൊടുത്തു തീർക്കാനുള്ള പണമില്ല. അപ്പൊ പാപ്പരെ. ഏതെങ്കിലും പാർട്ണേഴ്സ് പാപ്പരായി പോയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ ബിയും സിയും പാർട്ണേഴ്സ് ആണ്, സിക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എക്സസ് ഡ്രോ ആണ്, അയാൾ പാപ്പരായി പോയി എങ്കിൽ പ്രോബ്ലം ഫസ്റ്റ് ഇയർ ബി കോമിനൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ഓർക്കണം, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ഡിസിഷൻ വെച്ചിട്ടാണ് ഈ ഇൻസോൾവൻസി കേസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അത് 1904 വന്ന ഒരു ഇംഗ്ലണ്ടിൽ സംഭവിച്ച ഒരു കേസ് ഡിസിഷനാണ് ഗാർണർ വേഴ്സസ് മൊറെ ഡിസിഷൻ. എന്താണ് ഗാർണർ വേഴ്സസ് മൊറെ ഡിസിഷന്റെ ഉൾക്കാമ്പ് എന്ന് വിളിക്കുന്നത്? ഞാൻ ഒറ്റ സെന്റൻസിൽ സിമ്പിൾ ആക്കി പറയാം. ഏതെങ്കിലും പാർട്ണർ ഇൻസോൾവെന്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഇൻസോൾവെന്റ് ആയി പോയ പാർട്ണറുടെ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി സോൾവെന്റ് പാർട്ണേഴ്സ് എന്ന് പറഞ്ഞാൽ പാപ്പരാകാത്ത പാർട്ണേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ടും ദെൻ സ്റ്റാൻഡിങ് ക്യാപിറ്റൽ റേഷ്യോയിൽ ഷെയർ ചെയ്തെടുക്കണം. സിമ്പിളാ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയാൽ ഗാർണർ വേഴ്സസ് മൊറെ ഡിസിഷൻ പ്രകാരം സോൾവെന്റ് പാർട്ണർ, പാപ്പരാകാത്ത പാർട്ണർ, ദെൻ സ്റ്റാൻഡിങ് ക്യാപിറ്റൽ റേഷ്യോയിൽ ഈ ഡെഫിഷ്യൻസി ഷെയർ ചെയ്തെടുക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ദെൻ സ്റ്റാൻഡിങ് ക്യാപിറ്റൽ റേഷ്യോ? ദെൻ സ്റ്റാൻഡിങ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നടത്തിയതിന് ശേഷമുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് അല്ല, ഓപ്പണിംഗ് ബാലൻസിന്റെ കൂട്ടത്തിൽ അക്യുമുലേറ്റ് പ്രോഫിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു, ഇനി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല, ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുമ്പോഴത്തേനും ഇൻസോൾവൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇൻസോൾവൻസി മൂലമുള്ള നഷ്ടം സോൾവെന്റ് പാർട്ണേഴ്സ് ഇമ്മീഡിയറ്റ് ആയി ക്യാപിറ്റൽ റേഷ്യോ ദെൻ സ്റ്റാൻഡിങ് മറന്നു പോകാൻ പാടില്ല, ദെൻ സ്റ്റാൻഡിങ് ക്യാപിറ്റൽ റേഷ്യോയിൽ വീതം വെക്കണം. ഇതാണ് ഗാർണർ വേഴ്സസ് മൊറെ ഡിസിഷൻ പ്രകാരം ഇൻസോൾവൻസി ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസോൾവൻസി ട്രീറ്റ് ചെയ്യുന്ന അവസ്ഥ എന്ന് വിളിക്കുന്നത്. ഇനി പീസ് മീൽ ഡിസ്ട്രിബ്യൂഷനും മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡും ഒക്കെ പറയുന്ന ഐറ്റംസ് വരാൻ പോകുന്നു. അത് വേറെ എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ടുകളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അക്കൗണ്ടൻസി പൊതുവിൽ നല്ല എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ് പഠിക്കാൻ. അതിലേറെ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഷോർട്ട് കട്ടുകളും എളുപ്പമാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൊമേഴ്സ് ആചാര്യ എന്ന് വിളിക്കുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും അക്കൗണ്ടൻസിയുടെയും ഇൻകം ടാക്സിന്റെയും റിസർച്ച് മെത്തഡോളജിയും ഒക്കെ ഫർദർ എപ്പിസോഡ്സ് വരാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി.